ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സൈക്കിൾ വാഷ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മുടെ സൈക്കിൾ വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ബൈക്കും കാറും കഴുകാൻ പറ്റുന്ന ഒരു ഷാമ്പു ആണ്. പിന്നെ വേണ്ടത് അതൊക്കെ ഒന്ന് മുറിക്കാൻ വേണ്ടി ഒരു സിസേഴ്സുമാണ് ഗൈസ്. ഇങ്ങനത്തെ ഒരു സ്പ്രേയർ, പിന്നെ ബക്കറ്റും കപ്പും വേണം. ഇന്ന് നമ്മൾ ഇവരെയാണ് കഴുകാൻ പോണത്. അപ്പോൾ നമുക്ക് കഴുകൽ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കാം. ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുക ഗൈസ്. നമ്മുടെ ഇവിടെയൊക്കെ നല്ലോണം ചെളിക്കണം. അത് നല്ലോണം ഒന്ന് കഴുകണം കേട്ടോ ഗൈസ്. നല്ലോണം നമ്മളൊന്ന് കഴുകുക. പിന്നെ ഇതിൻ്റെ അടിവശമൊക്കെ നല്ലോണം കഴുകണം കേട്ടോ ഗൈസ്. അടിവശമൊക്കെ കഴുകണം. പിന്നെ മഡ്ഗാർഡിൻ്റെ ഭാഗത്തും കഴുകണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിതൊന്ന് മലത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡീപ്പായിട്ട് കഴുകാം ഗൈസ്. നമ്മൾ അടുത്തതായിട്ട് മഡ്ഗാർഡ് ഒന്ന് അയക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ മഡ്ഗാർഡ് ഊരിയിട്ടുണ്ട്. നമുക്കിനി അത് അയച്ചെടുക്കാം. ഇതിലെ വഴി ഇതാണ് ഗൈസ് മഡ്ഗാർഡ്. നമുക്കിങ്ങോട്ട് മാറ്റാം ഗൈസ്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മഡ്ഗാർഡിൻ്റെ അവിടെ പുറകിലത്തെ മഡ്ഗാർഡ് അയക്കാം. എങ്ങനെയാണ് ഗൈസ്, ഇങ്ങനെ നമുക്ക് ഇതല്ല ഇത് നമ്മുടെ ടൈറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. നമുക്ക് കഴിക്കേണ്ടത് ഇതാണ്. അപ്പം അത് കഴിക്കാം. ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമെങ്കിൽ നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ അയച്ചെടുക്കാം ഗൈസ്. അപ്പം നമുക്കിതിങ്ങനെ ഊരിയെടുക്കാം ഗൈസ്. ഇതുവരെയായിട്ടും പോന്നിട്ടില്ല. ഇതൊരു സാധനം പോയതിൻ്റെ ഒച്ച ഇടുന്നുണ്ട്. ഓക്കെ, ഊരി കിട്ടിയിട്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ഞട്ടങ്ങ് എടുക്കാം. ഇപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ എങ്ങാനും മഡ്ഗാർഡ് ഉള്ളവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഇത് മാത്രമായിട്ട് ഊരാൻ പറ്റില്ല. ഇവിടുത്തെ ഇങ്ങനെ ഗ്യാപ്പ് കാരണം ഇത് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂവും കൂടെ അയക്കണം. അപ്പോൾ ഇനി നമുക്ക് അത് അയക്കാം. ഇപ്പോൾ ഗൈസ്, അത് ഊരിയെടുത്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, മഡ്ഗാർഡ് കേട്ടോ. നമുക്ക് മഡ്ഗാർഡ് വേറെ ഒരെണ്ണം നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ മഡ്ഗാർഡ് എന്ന് പറയണത് ഗൈസ്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓസിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകാം ഗൈസ്. ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ലോണം അടിച്ച് വീഴുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഷാമ്പു ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് എടുക്കാം ഗൈസ്. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് കത്രിക കൊണ്ട് ഇത് മുറിക്കുക. അപ്പോൾ ഇതിന് ഇതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് ഷാമ്പു ഒഴിച്ച് കൊടുക്കാം ഗൈസ്. കണ്ട ഗൈസ്, ₹5 ഇത് ലാഭമാണ് കേട്ടോ. നല്ല ഞങ്ങളുടെ വണ്ടി വാക്സ് ഫിനിഷ്ഡ് കാർ ഷാമ്പുവും കൂടെ ആയതുകൊണ്ട് നല്ല തിളക്കമൊക്കെ കിട്ടും. തൊട്ടടുത്ത് വല്ല കടയുണ്ടെങ്കിൽ അവിടെ ഇത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കും.
എൻ്റെ തൊട്ടപ്പുറത്തെ കളിയുണ്ട്, അതിനുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അത് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കളയാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വരാം. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് നോക്കുക. ഇപ്പോൾ ഗൈസ് നമ്മളിത് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് അടച്ചു കൊടുക്കാം. ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്ലീൻ ചെയ്യണം. അടാ ക്ലീൻ ചെയ്യാം ഗൈസ്. നമുക്കിങ്ങനെ ഇനി ക്ലീൻ ചെയ്യാം. ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ സൈഡിലും വെറുതെ ഒന്ന് അടിച്ചു വിട്ടാൽ മതി. വെറുതെ അടിച്ചു വിട്ടിട്ട് അടുത്തതായി നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇനി ഷാമ്പു നമ്മൾ ബക്കറ്റിൽ കൊണ്ടൊന്ന് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ച് കഴിയുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടി ഒരു ക്രീം പോലത്തെ ഒരു സാധനം വീഴുന്നുണ്ട്. അതാണ് നമ്മുടെ ഷാമ്പു എന്ന് പറയുന്നത്. വാക്സ് ഫിനിഷ്ഡും കൂടി ആയതുകൊണ്ട് നല്ല തിളക്കവും കിട്ടും ഗൈസ്. ഇപ്പോൾ ഒരെണ്ണം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ലിറ്ററാണ് നമ്മൾ ഒരു പാക്കറ്റിന് ഒഴിക്കേണ്ടത്. 2 പാക്കറ്റ് ആണെങ്കിൽ 4 ലിറ്റർ. അപ്പോൾ നമുക്ക് 4 ലിറ്ററിൻ്റെയാണ് വേണ്ടത്. ഇല്ലല്ല ഗൈസ്, നമുക്കിപ്പോൾ 2 ലിറ്ററിൻ്റെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ച ഓസിലായിരുന്നു നമ്മൾ ഒഴിക്കാൻ പോകണം ഇപ്പോൾ വെള്ളം. അപ്പോൾ ഒഴിക്കുക. ഇച്ചിരി ഒഴിക്കാം. നല്ലോണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പതപ്പിച്ചെടുത്തിട്ട് ഒഴിക്കാൻ നേരത്തെ കാണാം. നോക്കിയേ ഗൈസ്, നല്ല വീട്ടിലിട്ട് നമുക്ക് ഫോം വാഷ് ചെയ്യാം കേട്ടോ. നോക്കിയേ ഗൈസ്, നല്ലോണം നമുക്ക് വീട്ടിലിട്ട് ഫോം വാഷ് ചെയ്യാൻ പറ്റും. നമ്മളിത് ഇവിടെ നിന്ന് ഇച്ചിരി പിക്ക് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇനി കാണാം. നോക്കിക്കേ ഗൈസ്, നമുക്കിതുകൊണ്ട് ഇനി ഇച്ചിരി അടിച്ചു കൊടുക്കാം. പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇവിടെ ഇങ്ങനെ ഓയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഇതൊന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ബ്രഷ് കൊണ്ടുവന്ന് അരച്ച് കളയാൻ മതി കേട്ടോ ഗൈസ്, ഈ കാലിപ്പറിൻ്റെ ഡിസ്കിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ഗൈസ് നമ്മളൊരു തുണി എടുത്തിട്ട് ഇതിന് നമുക്ക് കഴിയണം. ടയറിലൊക്കെ നല്ല ചെളി വേണം. അപ്പോൾ നമ്മൾ ടയറൊക്കെ നല്ലോണം എടുത്ത് കഴിയണം. നല്ലോണം ഡീപ്പ് വാഷ് ചെയ്യണം. കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങൾ കഴുകണം കേട്ടോ. മാക്സിമം നിങ്ങൾ കഴുകണം നമ്മുടെ സൈക്കിൾ. അങ്ങനെ മാക്സിമം കഴുകാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് ഇതിന്ന് ചേട്ടി കഴിക്കും. എന്താ കേസ് വെളുത്ത കളറല്ലേ നല്ല മാക്സിമം ഇങ്ങനെ അങ്ങോട്ടേക്ക് കഴിയുന്നുണ്ട്. ചെളി കണ്ടോ ഇപ്പോഴത്തെ സൈഡിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്രാങ്കിൻ്റെ ഇടയ്ക്ക് കയറല് കേട്ടോ. വല്ല തുണിയുടെ വല്ല നൂലുണ്ടെങ്കിൽ അതെടുത്ത് കയറല്.
അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ കാണാൻ തന്നെ ഒരു വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. നമുക്കിനി സ്റ്റോപ്പ് ചെയ്യാം. അതെ എന്തായാലും നോക്കിയേ ഗൈസ് എല്ലാം ഇതൊരു നമുക്കിനി ഇപ്പോഴത്തെ ഈ റിമൊക്കെ ഒന്ന് കഴുകാം. സ്റ്റാൻഡിൻ്റെ ഇടയ്ക്ക് റോട്ടറി ഇതൊന്ന് ചവിട്ടി ഒന്ന് കഴുകണം. എന്നിട്ട് നമ്മൾ ഈ ഡിസ്കിൻ്റെ കാലിഫറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇവിടുത്തെ ഈ ഫ്രെയിമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. ക്രാങ്ക് നമുക്ക് ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രാങ്ക് കഴുകുന്നത്. ഫ്രെയിം ആദ്യം കഴുകുക, അല്ലെങ്കിൽ ഫ്രെയിമിലെ മുഴുവൻ അഴുക്കും ക്രാങ്കിലോട്ട് ചെന്ന് കഴിഞ്ഞ് അത് റെസ്റ്റ് പിടിക്കും. നോക്കിയപ്പോൾ ഫ്രെയിം കഴുകും. ഇവിടെയൊക്കെയാണ് മിക്ക ചെളിയും കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കഴുകണം. പിന്നെ ഈ ഗാർഡ് നമുക്കൊന്ന് അഴിച്ചു മാറ്റിയിട്ട് കഴുകണം. ഈ ഗാർഡ് പിന്നെ ആ പരിപാടി നമുക്കുണ്ട്. ചെയിൻ വളരെ തന്നെ റെസ്റ്റ് പിടിച്ച് തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് ലൂബ് ചെയ്യേണ്ടി വരും. പിന്നെ പോളിഷ് ചെയ്യണം ഗൈസ്. ഇനി നമുക്ക് ഫ്രണ്ട് വീല് വരിക. എയർ പ്രഷർ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് എയർ പ്രഷർ. നമുക്ക് ഈ ബാക്ക് ടയർ പുതിയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി ഓവറായിട്ട് അടിച്ചു അത് പൊട്ടിത്തെറിച്ച് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മളിത് നേരെയാക്കിയിട്ടും കഴുകുന്നതായിരിക്കും, ഇങ്ങനെ ഇട്ടും കഴുകുന്നതായിരിക്കും. നമുക്കിനി റോട്ടർ ഇങ്ങനെ ഒന്ന് കഴുകുക. സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ കഴുകുന്നത്. ഇനി ഓരോ ഭാഗവും ഇങ്ങനെ കഴുകണം കേട്ടോ. ഇവിടുത്തെ സസ്പെൻഷനും ഒന്ന് കഴുകുക. ഇങ്ങനെ നിൽക്കുന്നതിൽ ഇങ്ങനെ കഴുകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ കഴുകി കൊടുത്ത് അതെ ഞാൻ ഇപ്പോൾ സൈഡ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം പുറകിലേക്ക് ഇങ്ങനെ തുണിയിട്ടിരിക്കുക. ഇടയ്ക്ക് കയറില്ല ബസ്, ഇടയ്ക്ക് കയറാതിരിക്കുക. നമുക്കൊന്ന് ഫുഡ് നല്ല കാര്യം ഒന്ന് പിടിച്ച് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രമാണ് കഴുകുന്നത്. ഇത് പിടിച്ചിട്ട് നമ്മൾ നേരെയാക്കി ഇടുമ്പോൾ അടുത്ത ഭാഗം നമ്മൾ വെള്ളത്തെ ഓരോ ഭാഗങ്ങൾ കഴുകുന്നതായിരിക്കും. നമ്മൾ ആ നേരത്തെ വെച്ചിരുന്ന ആ ഗണപതിനെ ഒന്ന് മാറ്റി വെച്ചിരുന്നു. ഗണപതി ഇവിടെ തന്നെ ഇട്ടുണ്ട്. ഇവ ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കഴുകല് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മഴയുള്ള കാലത്തൊക്കെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ ചെളി പറ്റുവാണെങ്കിൽ കഴുകുക. പിന്നെ ഞാനൊന്ന് പോയിട്ട് നമ്മുടെ മഡ് ഗാർഡ് എടുത്തിട്ട് വരാം. അപ്പോൾ മഡ് ഗാർഡ് കേട്ടോ, നമുക്കിനി മഡ് ഗാർഡ് ഒന്നും കഴുകിയെടുക്കാം. ഫസ്റ്റ് പിന്നെ അത് ഇന്നതും ചിലതും നോക്കി ഇച്ചിരി പതയ്ക്കരുത്. ഇങ്ങനെയാണ് കഴുകുക. ആകുമ്പോഴൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. എന്നാലും ഒന്ന് കഴുകിയിടുക. ഇങ്ങനെ കഴുകി വെച്ചേക്കണം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇതാണ് ഫെയ്ഡാവുന്നതായിരിക്കും ഇതിൻ്റെ കളറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫൈബർ പോലത്തെ മെറ്റീരിയലാണ്. നമ്മുടെ വെയിലടിക്കാൻ നേരത്ത് ഇത് ചിലപ്പോൾ ഇതിൻ്റെ കളർ ഫെയ്ഡായിരിക്കും ഇന്ന് വന്നേക്കും. ഇപ്പം ഇതിപ്പോൾ നമ്മൾ കഴുകി, ഇനി നമുക്ക് ഇത് മാറ്റി. നമ്മളിത് ഫ്രണ്ടിലെ മഗ്ഗാർഡാണ് ഇതിന് ഈ സൈഡ് നോക്കിയോ ഗൈസ്, എന്ത് കൂറയാന്ന് നോക്കിയോ ഗൈസ്. നമുക്കിത് നമ്മുടെ ഈ സംഭവം കൊണ്ട് ഒന്ന്
ഈ ചെളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കഴുകിയില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ആ ക്ലോത്ത് കൊണ്ടുവന്ന് നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇതൊന്നും പോകാത്ത ചെളിയാണ് കേട്ടോ, അവിടെ തന്നെ നിൽക്കും പെർമനൻ്റായിട്ട്. അതുകൊണ്ട് വല്ലപ്പോഴും എടുത്തിട്ട് ഒന്ന് കഴുകണമെന്ന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലത്തെ 8ൻ്റെ പണി കിട്ടും. തോന്നില്ല ഇങ്ങനെ പിടിച്ച് ഉരച്ച് കഴിഞ്ഞാൽ അത് പോകും കേട്ടോ. ഡീപ്പായിട്ടാണ് കഴുകുന്നതെങ്കിൽ നിങ്ങൾ ഭയങ്കര വലിയ സൈക്കിളിൻ്റെ ആൾക്കാരാണെങ്കിൽ ഇതാണ്. ഇത് സൈക്കിൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഫ്രെയിം ഫസ്റ്റ് ഫുള്ള് ഫ്രെയിം അങ്ങ് കഴുകുക. ഇതിന് സസ്പെൻഷൻ കഴുകുക. അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ചെയ്താലും മതി. നമുക്കിപ്പോൾ അതെ ക്രാങ്കും ഹബ്ബും കൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇട്ടത്. പിന്നെ നമുക്ക് ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തും ചെളി വേണം. നമുക്ക് ആ സ്ക്രൂ ഇതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്ക്രൂ ഒന്ന് അഴിക്കണം. അപ്പോൾ നമുക്ക് ഈ മഡ്ഗാർഡ് പണി കിട്ടും. നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഓസിട്ടൊന്ന് കഴുകാൻ ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നല്ലോണം ചെളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചൊന്ന് കളയുക. കങ്ങ് വരെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ അതെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ അവിടെ ഉണ്ടാവും. ഇതിലേക്ക് നല്ലോണം പ്രഷർ അടിച്ചിടുക. ഹാൻഡിൽ ബാറിൻ്റെ അവിടെ വെച്ചിരിക്കുന്നു നമ്മളത് കളയുക. പിന്നെ വീലൊന്ന് കറക്കി വിടുക. അവിടെ മഡ്ഗാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ വെള്ളം അവിടെ തന്നെ ഇരുന്നതിനൊക്കെ. ഇപ്പോൾ ആ സൈഡിൽ മഡ്ഗാർഡ് തന്നെയാണ്. മഡ്ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് ആ വെള്ളം തിരിച്ചു ചെയ്യുന്നതാണ്. നമ്മളിത് ഈ ഡിസ്കിൻ്റെ സ്ഥലം കഴിയുമ്പോൾ ഈ ക്രാങ്കിൻ്റെ സ്ഥലം ചെയ്യും. ഇതിൻ്റെ അകത്ത് ഫുള്ള് അതിനാണ് അന്ന് പണി കിട്ടിയപ്പോൾ ഇത് ഓയിലിൻ്റെ അത് നോക്കിയിട്ട് അതൊന്ന് കഴുകി വിടുന്നുള്ളൂ. ഇതൊന്ന് നോക്കിയത് ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ക്രാങ്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന അവസ്ഥ. ഇത് പറ്റുവാണെങ്കിൽ അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തോളാം. ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് വണ്ടി ഒന്ന് കറക്കി ഒന്ന് എല്ലാം ഒന്ന് കളയാം. ഈ ഷീറ്റിൻ്റെ അവിടെ വെള്ളം കയറി അതൊക്കെ ഒന്ന് കളയണം. ഡിസ്കിൻ്റെ സ്ഥലമൊക്കെ കഴിയണം നമ്മൾ. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ച് വെച്ചിട്ട് വേണം. നമ്മൾ മഡ്ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് വേറെ ഇതൊന്നും നിൽക്കുന്നുണ്ട്. നമ്മൾ മഡ്ഗാർഡൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഓറഞ്ച് കളർ കിട്ടും. ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്യും. നമുക്കിത് കളർ ചെയ്യാൻ പറ്റുന്നത് അത് വേണ്ട. ഇതൊന്നും ഏതായാലും ഇവിടെ ചെറുക്കനാണ്. നിങ്ങൾ ഇവൻ്റെ ഒരു പേരൊന്ന് സജസ്റ്റ് ചെയ്യണം ഗൈസ്. നിങ്ങൾ കമൻറ്റിലൊരു പേര് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈക്ക് ഇടുന്നത് ആ പേര് നമ്മൾ ഇവനിടും. ഞാനിപ്പോൾ ഇന്നെ വിളിച്ചോണ്ടിരിക്കുന്ന ഹെർബിലീസ് തന്നെയാണ്. ചില സമയത്ത് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ എനിക്ക് നമ്മളിപ്പോൾ ഒഫീഷ്യൽ നെയിം ഹെർബിലീസ് തന്നെയാണ്, വേറെ പേരൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ചെയ്ത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കഴിയരുത്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാർ നമ്മുടെ കയ്യിൽ പ്രഷർ വാഷർ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. നമ്മൾ പ്രഷർ വാഷർ ഉണ്ടായിരുന്നു നമ്മൾ നല്ല കിടിലമായിട്ട് കഴിക്കുന്നതാണ്. പ്രഷർ വാഷർ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ചെളിയും എല്ലാം പോകുന്നു. ഇവിടെ ഒരു റബ്ബർ പുഷ് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ കഴിക്കുന്നതാണ്. അത് എന്നാലും ഒന്ന് അടിപൊളിൻ്റെ കഴിക്കുന്നതാണ്. എല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് നമ്മൾ തേച്ചെടുക്കുക. എല്ലാ സൈഡും നല്ലോണം കഴിക്കുന്നത്.
ഇവിടെയൊക്കെ നമ്മൾ നല്ലോണം ഇവിടെയൊക്കെ ചെളിയൊക്കെ കാണുന്ന സ്ഥലങ്ങളാണ്. ഈ ടയറിൻ്റെ ഭാഗമൊക്കെ മിക്ക സ്ഥലത്തും ചെളി കാണുന്നതാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കഴുകണം. പിന്നെ ഇവിടെ ഈ കരിയറിലൊന്ന് കഴുകണം കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കണം, അതിലൊന്ന് കഴുകണം. പെടലും ഒന്ന് കഴുകിയിട്ട് വേണം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു വാക്സിനേഷൻ കാശാമ്പൂ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ചിലവരൊക്കെ ഉണ്ട് നമ്മുടെ മുടിക്ക് നമ്മൾ ഹെയർ ഷാമ്പൂ ഇല്ല, അത് ചിലവർ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാർ ഷാമ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ ഇത് കുറേ നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ പണി കിട്ടും. പെയിൻ്റൊക്കെ പോകും, നമ്മുടെ ഇതിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ട് വല്ലാത്തൊരു രീതിയിലാവും. പിന്നെ നിങ്ങൾ അത്യാവശ്യം നല്ലോണം സൈക്കിളൊക്കെ റിപ്പയർ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്തുവാന്നൊക്കെ അറിയാം. എന്നവരുണ്ട് ഇതൊന്നും ഇങ്ങനെ തന്നെ ഇട്ട് കഴിയുന്നവരുണ്ട്. ചിലപ്പോൾ കാറും കഴുകിയിരിക്കും. അങ്ങനെ ദയവ് ഇത് കഴുകല്. ഇതിന് വെറും 5 രൂപയല്ലേ. ഇത് തന്നെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം അഫക്റ്റ് ചെയ്യുന്നു. പിന്നെ പരിശ്രമവും കൂടെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമുക്കിതിനെ വിശ്വസിക്കാൻ പറ്റും. അത് ഇവിടേക്കൊന്ന് കഴുകുക. നമുക്ക് ഇവിടെ ടയർ ഒന്നും കൂടി ഉണ്ടാവുക. നല്ലൊരു ഇതിന് വേണ്ടിയാണ് നമ്മൾ കഴുകണത്. നല്ലൊരു ഇത് നമ്മൾ ഇങ്ങനെ ടയറൊന്ന് ഇറക്കുന്ന കഴുകാം. ഇവിടെ നമ്മളിവിടേക്കൊന്ന് ഷാമ്പൂ ഇട്ട് കഴുകുക. പിന്നെ നമുക്കൊന്ന് ഓസിട്ട് ഒന്ന് രണ്ടാമതൊന്ന് കഴുകുക. നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാൻ പോകുകയാണ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ തവണ ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടൊരു വേറൊരു ലുക്കിലാണ്. ടയർ കഴുകുക. ഹാൻഡിൽ പറഞ്ഞത് നമ്മളിത് ഒരു തരം മോഡിഫിക്കേഷൻ പോലും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഇനിയാണ് നമ്മൾ ഭിത്തിയെ കഴിഞ്ഞ് കഴുകാൻ പോകുന്നത്. ഇതൊക്കെ വെറും പ്രൈമറി ആയിട്ടൊക്കെയാണ്. ഇത് നമ്മൾ നല്ല കിഡിലായിട്ട് മൂന്നാമത് കഴുകാൻ പോവുകയാണ്. ഇനി നമുക്ക് അതും കൂടെ ചെയ്യിപ്പിക്കാം. ബാക്കിയല്ലേ നമ്മൾ മൂന്നാമത് കഴുകുകയാണ്. ചെറുതെ പെടായിട്ടൊന്ന് കഴുകി വിട്ടാലും മതിയായി. കഴുകുക. അത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. വീഡിയോ ആണ്. നമ്മൾ കഴുകി കുടിക്കുകയാണ്. ഫുള്ളങ്ങ് കഴുകി അങ്ങ് കിട്ടുകയാണ്. നമ്മൾ ഇനി അങ്ങ് കഴുകി അങ്ങ് വെറുതെ ഒന്ന് ഒട്ടിച്ച് വിട്ടാൽ മതി. പക്ഷെ എല്ലാ സൈഡും എത്താൻ കേട്ടോ, നമ്മൾ അത്ര റെഡി ആവില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇനി രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. മൂന്നാമത്തെ പാത്രമല്ലേ, ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഒന്ന് ഒട്ടിച്ച് വിട്ടാൽ മതി. നാളത്തെ വീഡിയോയിൽ ആയിരിക്കും നമ്മൾ പോളിഷ് ചെയ്യണ വീഡിയോ ഇടാൻ പോകുന്നത്. നാളെ ആയിരിക്കും. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടോയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ബക്കറ്റിരിക്കണ ഫുള്ള് ഷാമ്പു കലർത്തിയ വെള്ളവും നമുക്ക് ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കഴിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ വാഷിങ് വഴി നമ്മുടെ സൈക്കിൾ വാഷിങ്. ഇപ്പോൾ ഞാനത്ര ഇങ്ങനെ കെയർ ചെയ്തു. പക്ഷേ ഇനി ആരെങ്കിലും തന്നെ എനിക്ക് ഇതുവാണ് ഇത് എന്തിനാണ് ഇത്രയും തവണ ഇങ്ങനെ ചെയ്യണമെന്ന് അത് തുരുമ്പടിക്കില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമ്മൾ നമ്മുടെ ബൈക്കിനെ മാക്സിമം നമ്മൾ സൂക്ഷിക്കുക.
ഞാനിപ്പോൾ 4 തവണ ഇങ്ങനെ കഴുകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മിക്ക പൊടിയും ചെളിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ കാണുന്ന ഒരു ലുക്കാണ്. ആ ലുക്ക് എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെയായിട്ട് ആണ് ഞാനിങ്ങനെ 4 തവണ ഇങ്ങനെ ചെയ്യണത്. ഈ വീഡിയോയ്ക്ക് മാത്രമായിട്ടല്ല, ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വാഷ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിനി ആ ബക്കറ്റിൽ ഷാമ്പൂവും കൂടെ ഇട്ട് ഒഴിച്ച് നമുക്ക് ഇന്നത്തെ വാഷിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതൊന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഫോമായിട്ട് പോകുന്നത് നല്ലോണം കളിപ്പിക്കുക. നമ്മളിങ്ങനെ കളിപ്പിക്കൊണ്ടിരിക്കുക. ചെറിയൊരു സ്ലോ മോഷൻ പോലെ വന്നില്ല. ഫോമായിട്ട് പോലെ കിട്ടുന്നുണ്ട്. അതും കൂടെ ഇന്നും വലിയിട്ടൊന്ന് കഴിക്കാൻ കഴിക്കാൻ മതി. അപ്പോൾ തന്നെ ഇത് ഫോം വാഷ് പോലെയാണ്. അപ്പോൾ പ്രഷർ വാഷർ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിനെക്കാട്ടും വല്ല പറയുന്നത് ഇവിടെ അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് അതുള്ള ബാക്കി ഫുള്ളും മുഴുവൻ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വാഷിംഗ് യൂണിറ്റ് അവസാനിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു അയച്ചു വെച്ച സാധനങ്ങൾ ഇതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇനി അത് ചെയ്യാം. കളിക്കുന്ന പോലെ നമുക്കിനി അപ്പത്തെ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കൈ വെച്ച ബമ്പറൊക്കെ മഡ്ഗാർഡൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിൻ്റെ ഇന്നത്തെ സൈക്കിൾ കഴുകുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മഡ്ഗാർഡും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോയും കൂടെ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇതൊന്ന് വാഷിംഗ് നമ്മുടെ വഴി. ഇപ്പോൾ നമുക്കിനി അതിലോട്ട് പോവാം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ മഡ്ഗാർഡിന് ഇത് ഫിക്സ് ചെയ്യിക്കുക. നമുക്ക് ഇതങ്ങ് മാറ്റണം കേട്ടോ. ഇത് വരുന്നില്ല ഗൈസ്. ഇനി എന്ത് ചെയ്യും മലയാ? ഇത് വരുന്നില്ല. അതെ, നമ്മളത് ഊരി എടുത്തിട്ടുണ്ട് അവസാനം.
നമ്മളിത് മാക്സിമം കഴിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിവിടെ നിന്ന് ഞെട്ടങ്ങ് ഊരി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഞെട്ട ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഞെട്ടങ്ങ് നമുക്ക് ഇതൊന്നും എടുത്തുകൊണ്ട് ഇങ്ങനെ തോണ്ടി 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 ഇങ്ങനെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി. എന്നിട്ട് നമുക്കിനി രണ്ടാമത്തെ സ്പൂൺ കൂടെ ഒഴിച്ചെടുത്ത് ഭയങ്കര പാടാണ് ജയിച്ച് ഈ സംഭവം ഒന്ന് ഊരിയെടുക്കാനായിട്ട്. ഭയങ്കര പാടാണ്. നല്ലോണം അത്യാവശ്യത്തിൽ കൂടുതൽ ടൈറ്റ് ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അത്യാവശ്യത്തിൽ കുറവ് ടൈറ്റ് ആയിരിക്കുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ലൂസാകുമെന്നുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇപ്പോൾ ഇതിച്ചിരി ടഫാണ് കേട്ടോ. നേരത്തെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. നമുക്കത് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് സംഭവം. ക്ലാമ്പാണ് കേട്ടോ. അറിയേണ്ടത് ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഒരു ബ്രഷ് കൊണ്ട് തൂക്കുക. വെറുതെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നെട്ടും ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇത്. ചെറിയൊരു ഓറഞ്ച് എഡിഷനാണ്. നമുക്കിത് ഇനി ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.